ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതിയാണ് സൂചിപ്പിച്ചതുപോലെ. കൃത്യം പറഞ്ഞാൽ 63 വർഷങ്ങൾക്ക് മുൻപ് നെൽസൺ മണ്ടേലയെ സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇതുപോലെ ഒരു ഓഗസ്റ്റ് 5-നാണ്. 10,000-ലേറെ ദിവസങ്ങളാണ് അഴികൾക്കുള്ളിൽ അദ്ദേഹം ചെലവഴിച്ചത്. മനുഷ്യനെ നിറത്തിന്റെ പേരിൽ വേർതിരിച്ചിരുന്ന അപ്പാർത്തൈഡ് അഥവാ വർണ്ണവിവേചനം എന്ന തിന്മ മൂർത്തീഭാവത്തിൽ നിലനിന്ന സമൂഹമായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്ക. ലോകമെമ്പാടും ഫ്രീ മണ്ടേല ക്യാമ്പയിനുകൾ നടന്നിട്ടും ഐക്യരാഷ്ട്രസഭയുടെ മണ്ടേലയെ വിട്ടയക്കാനുള്ള അഭ്യർത്ഥന പോലും ചെവിക്കൊള്ളാൻ അന്നത്തെ വെള്ളക്കാരൻ്റെ ഗവൺമെൻറ് തയ്യാറായില്ല. അമ്മ മരിച്ചപ്പോഴും മകൻ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോഴും തീവ്ര ദുഃഖത്തോടെ മണ്ടേലയ്ക്ക് ജയിലിൽ ചെലവഴിക്കേണ്ടി വന്നു. അപ്പോഴും തൻ്റെ ജനതയുടെ മോചനത്തിനായി പ്രാർത്ഥനയോടെ ആ മനുഷ്യൻ കഴിയുകയായിരുന്നു. നമ്മൾ പറയാറില്ലേ, ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്, സൂര്യൻ ആ മറവിട്ട് പുറത്തു വരും എന്നൊക്കെ. 1990 ഫെബ്രുവരി 11 റോബോൺ ജയിലിന്റെ വാതിൽ മലർക്കെ തുറന്നു. സമയം വൈകിട്ട് 3 മണി. കറുത്ത വർഗ്ഗക്കാരൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോരാടിയ ആ മനുഷ്യൻ ജയിലിൽ നിന്ന് തൻ്റെ ഭാര്യയുടെ കൈപിടിച്ച് പുറത്തേക്കിറങ്ങി. ആ രംഗം ചിത്രീകരിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ദൃശ്യമാധ്യമ പ്രവർത്തകർ, പത്രമാധ്യമ പ്രവർത്തകർ അവിടെ തിക്കിത്തിരക്കി. നീണ്ട 27 വർഷത്തെ തടവിന് ശേഷം നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചു. ആയുസിൻ്റെ നല്ലൊരു കാലം അഴികൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിടത്തു നിന്നും തൻ്റെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് അതേ രാജ്യത്തിൻ്റെ തന്നെ തലവനായി മാറിയ നെൽസൺ മണ്ടേല, ജീവിതം കൊണ്ട് ലോകത്തിന് പ്രചോദനമായി മാറിയ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഈ വാർത്താ പ്രഭാതത്തിൽ ഓർത്തെടുക്കുന്നത്. ധൈര്യവാനായ ഒരു മനുഷ്യൻ ഭയമില്ലാത്തവനല്ല, മറിച്ച് ആ ഭയത്തെ കീഴടക്കിയവനാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടുള്ള ഭയമാണെങ്കിൽ ആ ഭയത്തെ മറികടക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് ജീവിതം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക.